ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നമ്മുടെ ഡൈനമൈറ്റ് ചിക്കന്റെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ് ചില്ലി സോസിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓത്തന്റിക് റെസിപ്പി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഓത്തന്റിക് റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഇൻഗ്രീഡിയൻസ് വേണം. പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഡൈനമൈറ്റ് ചിക്കനിൽ ഈ സോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സോസ് ഉണ്ടാക്കിയതിന് ശേഷം ആ റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ ഡൈനമൈറ്റ് മഷ്റൂമിന്റെയും കോളിഫ്ലവറിന്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ടിരമിസു, അതുപോലെ തന്നെ ചിക്കൻ റാപ്പ്, പിന്നെന്തായിരുന്നു നമ്മുടെ ചിക്കൻ ടിക്ക പറാത്ത, അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദിവസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള റെസിപ്പീസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, അതേസമയം ടേസ്റ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെയാണ് സ്വീറ്റ് ചില്ലി സോസ് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വീറ്റ് ചില്ലി സോസ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ആണ്, റെഡ് ക്യാപ്സിക്കം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ തായ് ചില്ലി സോസിൽ ക്യാപ്സിക്കം അല്ല എടുക്കുക. അതിന് പകരമായിട്ട് വലിയൊരു തരം മുളകുണ്ട്, എരിവില്ലാത്ത ഇതുപോലെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള പെപ്പർ എന്ന് പറയും. അത് പക്ഷെ എനിക്ക് അവൈലബിൾ അല്ല. മാത്രമല്ല ഞാനിപ്പോൾ അത് വാങ്ങിച്ചു എന്ന് തന്നെ വിചാരിച്ചാലും അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് നിങ്ങൾക്ക് കാര്യമില്ല. ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും ഈ സെയിം ബെൽ പെപ്പർ വെച്ചിട്ടാണ്, അതായത് ക്യാപ്സിക്കം വെച്ചിട്ട് തന്നെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ സ്വീറ്റ് ചില്ലി സോസിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ റെഡ് കളർ ആയിട്ടുള്ള ബെൽ പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്ത മുളക്, അതായത് ഉണക്കമുളകില്ലേ, നമ്മുടെ കാശ്മീരി മുളക് 20 മിനിറ്റ് നേരത്തോളം ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ പറയാൻ പോകുന്ന അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം നിവൃത്തിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മള് ചതച്ച മുളക് കിട്ടില്ലേ, ചതച്ച മുളക് കിട്ടും, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മാത്രം ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു വലിയ ബെൽ പെപ്പർ ആയതുകൊണ്ട് പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന ക്യാപ്സിക്കം ഒരെണ്ണം എടുക്കാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു ഫുഡ് പ്രോസസറിലോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കണം. അതായത് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കാൻ പാടില്ല, അതിന്റെ തരി വേണം. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആണ്. ഞാനിപ്പോൾ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റ് പരുവത്തിലാവാൻ പാടില്ല, നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് 3 തായ് ചില്ലിയാണ്. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ നല്ല റെഡ് കളറുള്ള തായ് ചില്ലി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ പച്ചമുളക് പഴുത്തതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിന് പകരമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്താലും മതിയാകും. ഞാൻ എന്തായാലും ചതച്ച മുളക് ഇടുന്നുണ്ട് ഈ റെസിപ്പിയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ചില്ലി ഉള്ള കാരണം ഞാൻ 3 ചില്ലി എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പൊ 3 ചില്ലിയും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 കഷ്ണം വെളുത്തുള്ളിയാണ്. അപ്പൊ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഇത് അരച്ചെന്ന് വെച്ചാൽ ഓവറായിട്ട് മാഷ് ചെയ്യാൻ പാടില്ല. ഇതില് ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അരഞ്ഞു പോവില്ല, ചെറിയ തരികൾ ഉണ്ടാവും. പക്ഷെ മിക്സിയിൽ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. നമ്മളുടെ ക്യാപ്സിക്കവും ചില്ലിയും പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച്, അതായത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 12 മുളകൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് വിനീഗർ, വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ റൈസ് വിനീഗർ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് വിനീഗർ ആണ്, അതായത് സാധാരണ സൊർക്ക. 1 കപ്പ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര വേണം. നിങ്ങൾ 1 കപ്പ് പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ പേടിക്കരുത്, കാരണം 1 കപ്പ് പഞ്ചസാര ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇനി 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പിന്റെ അളവ് നമുക്ക് അവസാനം പറയാം, കറക്റ്റ് ഞാൻ എത്ര ഉപ്പ് ചേർത്തു എന്നുള്ള കാര്യം. അത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു
ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എരിവ് നോക്കിയപ്പോൾ അധികം എരിവൊന്നും ഇല്ല. 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യാം. അതിനുശേഷം തീ കൂട്ടി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. പിന്നെ ഇതിലത്തെ എല്ലാതും നന്നായിട്ട് കുക്ക് ആവണം. നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ വിനീഗറിൽ കിടന്നിട്ട് കുക്ക് ആവണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കോൺഫ്ലോറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഈ മിക്സ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. സമയം എടുത്ത് കുക്ക് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ചേർത്ത് കൊടുത്തിരുന്ന 1 ടീസ്പൂൺ ആയിരുന്നു. ഇപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കൂട്ടത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നന്നായി കുക്കാവണം. ഈ കോൺഫ്ലോറിന് കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. ഒരു 5 മിനിറ്റോളം സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഇതിൽ ഇട്ട് ഒഴിച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് അവസാനം ഇതിന്റെ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഷുഗർ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര സിമ്പിൾ ആണ് നമ്മുടെ ഈ സ്വീറ്റ് ചില്ലി സോസ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്. അതുപോലെ തന്നെ എന്തോരം വില കൊടുത്തിട്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നന്നായിട്ടിത് കുക്കാവട്ടെ. ഇപ്പൊ തിക്നെസ് കുറച്ചും കൂടെ കൂടും. ആ ഒരു പരുവം. പിന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. ഇപ്പോൾ ഓവറായി തിക്കായി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ഈ ഒരു പരുവാണ് ഏറ്റവും നല്ലത്. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ടും കട്ടയായിട്ടില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ കുറച്ച് വീണ്ടും കോൺഫ്ലോർ കലക്കി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. പക്ഷെ എനിക്കിത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അളവ്. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ഓഫ് ചെയ്യാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പിന്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ റെസിപ്പി കാണുന്നപ്പോൾ കുറെ പേര് പറയും ഇങ്ങനെയല്ല സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവസാനത്തെ എൻഡ് പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഉദ്ദേശം അല്ലേ. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കി ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഉദ്ദേശിച്ച ആ ടേസ്റ്റ് കിട്ടുമോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. അല്ലാണ്ട് ഈ പെർഫെക്റ്റ് ഇപ്പോൾ ഒത്തന്റിക് റെസിപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് ചില്ലി സോസ് ഉണ്ടാക്കണമെങ്കിൽ അത് കുറെ അവിടുത്തെ ഐറ്റംസ് ഒക്കെ വേണം. അപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല അതൊന്നും. സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ആ റെസിപ്പിയുടെ ആ ഒരു ഡിഷിന്റെ ഒരു ഏകദേശം അടുത്തേക്ക് എത്താമെന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏറ്റവും 100% ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഓക്കെ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോൺഫ്ലോർ ചേർത്തതിന് ശേഷം. ഇപ്പം ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇരിക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പ്രിംഗ് റോള് അതുപോലെ തന്നെ പിന്നെ കട്ട്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സോസാണിത്. ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് അടച്ചുറപ്പുള്ള കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ കുപ്പിയിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉടയുന്ന കുപ്പിയിൽ സൂക്ഷിക്കണം ഏറ്റവും ബെസ്റ്റ്. പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും ഇതുപോലെ സോസുകളോ അച്ചാറുകളോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് കുപ്പികളായിട്ട് വെക്കാം. നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ് നല്ല തണുത്ത് നല്ല കുട്ടപ്പനായിരിപ്പുണ്ട്. കണ്ടില്ലേ കൺസിസ്റ്റൻസി? നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ഉണ്ട്. ഞാനിത് ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചൂടാറാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ ആയപ്പോഴും നല്ല സൂപ്പർ ആയിരിപ്പുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യണം, ഒരു ഗ്ലാസിന്റെ കുപ്പിയിലോട്ട് മാറ്റാം. അതിനുശേഷം അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. കാരണം ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് 1 മാസം വരെ ഇരിക്കുള്ളൂ. പക്ഷെ 1 മാസത്തിനുള്ളിൽ ഇത് ഫിനിഷ് ആവുകയും ചെയ്യും. കാരണം അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ഈ ബ്രെഡ് എടുത്ത് കണ്ട് ഇതിലും മുക്കി കഴിക്കുന്ന പരിപാടിയാണ് എനിക്കും പിള്ളേർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി വീട്ടിലുണ്ടാക്കുന്ന കാരണം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഒരു ലുബ്ധം കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അധികം പൈസ ചിലവുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്കിത് ഒരു കുപ്പിയിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഡ്രൈ ആയിരിക്കുന്ന ഗ്ലാസിന്റെ ജാറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ സോസൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ, ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയും അല്ലേ. അപ്പൊ നമുക്ക്
മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മറ്റേ സോസും കാണിച്ചു തരാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ കോൺഫ്ലോറിന്റെ അളവ് കുറച്ചാൽ മതിയിട്ട്. എനിക്ക് ഇത്രയും ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ലൂസായി കഴിഞ്ഞാൽ ശരി നന്നായിട്ടുണ്ടാവില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സംഭവം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് കുറച്ചും കൂടെ കട്ട് ചെയ്യാൻ തോന്നും. ഇതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന. ഇതിനേക്കാളും നല്ല നമ്മുടെയാണ് കേട്ടോ. ഒരു കുപ്പിയിൽ ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലാസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ സോസ് നമ്മളെ സോസാണ് കേട്ടോ മക്കളൊക്കെ ഇടിക്കിയത്. പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. രാവിലെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ. എന്താ പറയാ, ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ഈ നമ്മൾ ഉമാമി ടേസ്റ്റ് എന്ന് പറയത്തില്ലേ, ആ ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ് നമ്മുടെ വായിൽ ഇങ്ങനെ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എക്സാജറേഷൻ അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങൾ വിചാരിക്കും ഇത് ഗ്ലാസ് ആണ്. ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ചൂടാറിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക.